Riyadh Islahi Center's Coordination Committee. السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും റഹ്മാനായ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്ക് അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അപാരമായ തൗഫീക്കിനാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വിശദീകരിക്കുന്ന മൂന്നാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു ഈ ഇരുത്തം സ്വാലിഹായ സൽക്കർമ്മമായി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഏറ്റവും മർമ്മപ്രധാനമായ വിഷയം, അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്ത് യൂസുഫിൽ പറയുന്നുണ്ട്, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്. തീർച്ചയായും ബുദ്ധിയുള്ള ആളുകൾക്ക് കഥകളിൽ ഗുണപാഠമുണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ കഥയായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പറയുന്ന സൂറത്തിലാണ് അള്ളാഹു പറയുന്നത്, ബുദ്ധിയുള്ള ആളുകൾക്ക് കഥകളിൽ ഗുണപാഠമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ കേവലം റസൂലുള്ളാഹിന്റെ കഥ കേട്ടു പോകുക എന്നതിനപ്പുറമായിക്കൊണ്ട് ഈ കഥകളിൽ നിന്ന് അല്ലെങ്കിൽ ചരിത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഗുണപാഠങ്ങളെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ റഹ്മാനായ റബ്ബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാധാരണ പണ്ഡിതന്മാർ പറയുന്നൊരു കാര്യമാണ്, ഇൽമ് തേടുന്ന ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയുടെ പേനയിലെ മഷി എന്ന് പറഞ്ഞാൽ ശുഹദാക്കളുടെ രക്തത്തേക്കാൾ പവിത്രമാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു, അറിവിൻ്റെ വിജ്ഞാന സദസ്സിലേക്ക് പേനയില്ലാതെ വരുന്ന വിദ്യാർത്ഥി യുദ്ധരണഭൂമിയിലേക്ക്
വാളെടുക്കാതെ ഇറങ്ങുന്ന യോദ്ധാവിനെ പോലെയാണ് എന്നും ചില പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു മതം പഠിക്കുന്ന വിദ്യാർത്ഥി എന്ന രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കേൾക്കുന്ന വിഷയങ്ങൾ എന്ത് ചെയ്യണം, എഴുതി വെക്കണം എന്നുള്ളത്. എല്ലാം എഴുതി വെക്കണം എന്നല്ല, അത് എഴുതി വെക്കാൻ വേണ്ടി പണ്ഡിതന്മാർ പറഞ്ഞത് എന്തിനാണ്, ചിലപ്പോൾ ഈ ക്ലാസ് കേൾക്കുന്ന സമയത്ത് ഓർമ്മ ഉണ്ടാകും, എന്നാൽ പിന്നീട് 2-3 ദിവസത്തിന് ശേഷം അത് പിന്നെ മറന്നു പോകാനാണ് കൂടുതൽ സാധ്യത. അപ്പൊ ചെറിയൊരു നോട്ട് കൊണ്ടുവന്ന് അതിൽ ചെറിയ കുറിപ്പുകളാക്കി എഴുതി വെച്ചാൽ നമ്മൾ എഴുതി വെക്കുന്ന ആ ചെറിയൊരു നോട്ടിൽ എന്ത് ചെയ്യും, ഈ ക്ലാസ്സിൽ പറയുന്ന മുഴുവൻ വിഷയങ്ങളും നമുക്ക് ഓർത്തെടുക്കാൻ ആ ഒരു പുസ്തകം നമുക്ക് ഉപകാരമാകും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് നിർബന്ധമായിട്ടും കൊണ്ടുവരണം എന്നല്ല, പക്ഷെ എന്നാലും കഴിവിന്റെ പരമാവധി അതിലൊരു മടിയൊന്നും കരുതണ്ട. അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹ്മഹുല്ലാഹ് ലോകം അറിയപ്പെട്ട 4 ഇമാമുമാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ വാർദ്ധക്യ സമയത്ത് ബഗ്ദാദില് വിദ്യാർത്ഥികൾ ദീന് പഠിക്കാൻ വേണ്ടി ഓടിപ്പോകുമ്പോൾ അവരുടെ കൂടെ ഓടിപ്പോവുകയാണ്. അപ്പൊ ഇത് കണ്ട ഒരാൾ ചോദിക്കുന്നുണ്ട്, ഇമാം അഹ്മദ്, നിങ്ങൾക്ക് നാണല്ലേ, നിങ്ങൾക്കൊരു ലജ്ജിക്കണില്ലേ, ഈ ചെറിയ വിദ്യാർത്ഥികളുടെ കൂടെ ഈ പേനയും മരക്കഷ്ണങ്ങളുമായിക്കൊണ്ട് ദീന് പഠിക്കാൻ വേണ്ടി ഓടാൻ നിങ്ങൾക്ക് മടിയില്ലേ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹ്മഹുല്ലാഹ് പറയാണ്, ഞാൻ മരിക്കണത് വരെ വിദ്യാർത്ഥിയാണ്, ഞാൻ അതിൽ ലജ്ജിക്കുന്നില്ല എന്നുള്ളതാണ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മഹുല്ലാഹയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എത്ര വരെ നിങ്ങൾ ദീന് പഠിക്കും, എത്ര കാലം നിങ്ങൾ ദീന് പഠിക്കും? അദ്ദേഹം പറയാണ്, ഞാൻ മരിച്ച് എൻ്റെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത് വരെ ഞാൻ വിദ്യാർത്ഥിയാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരു വിദ്യാർത്ഥിയായിട്ടായിരിക്കണം ഈ ഒരു സദസ്സിൽ ഇരിക്കേണ്ടത്. പറയുന്ന കാര്യങ്ങളിൽ അത് എഴുതി വെക്കാൻ കഴിയുന്ന ആളുകൾ എന്ത് ചെയ്യണം, അത് എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകൾ. റസൂലുള്ളാഹിക്ക് വ്യത്യസ്ത പേരുകളുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപം എങ്ങനെയായിരുന്നു. നമുക്ക് പ്രവാചകൻ എന്ന് കേൾക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ രൂപം കാണാൻ കഴിയണം. അപ്പൊ റസൂലുള്ളാഹിന്റെ കണ്ണ് എങ്ങനെയാണ്, പ്രവാചകന്റെ മുടി എങ്ങനെയാണ്, തുടങ്ങിയ വിഷയങ്ങൾ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ എന്ന് നമുക്ക് വിശദീകരിക്കാം. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകൾ, റസൂലുള്ളാഹിക്ക് ഒരുപാട് പേരുകൾ ചരിത്രത്തിൽ കാണാൻ കഴിയും. എന്നാൽ വിശുദ്ധ ഖുർആനിന്റെയും അല്ലെങ്കിൽ പ്രവാചകന്റെ ഹദീസിലും വന്ന നമ്മളെല്ലാ ആളുകളും മനസ്സിലാക്കേണ്ട വളരെ സുപ്രധാനമായ ചില നാമങ്ങൾ മാത്രമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തെ നാമം നമുക്ക് എല്ലാ ആളുകൾക്കും അറിയുന്ന മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് എന്നുള്ള പേര് റസൂലുള്ളാഹിൻ്റെതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അഭിസംബോധന ചെയ്തൊരു രീതിയുണ്ട്. അഥവാ വിശുദ്ധ ഖുർആനിൽ 25ഓളം പ്രവാചകന്മാരുടെ പേര് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്. ആ പ്രവാചകന്മാരുടെ പേര് പറഞ്ഞപ്പോഴും അവരെ പരിചയപ്പെടുത്തിയപ്പോഴും അവരെ പേരെടുത്തിട്ടാണ് അള്ളാഹ് പറഞ്ഞത്. എന്നാൽ റസൂലുള്ളാഹിന്റെ പേര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ അള്ളാഹ് അഭിസംബോധന ചെയ്തത് എങ്ങനെ, റസൂലുള്ളാഹ് അല്ലെങ്കിൽ നബിയുള്ളാഹ് എന്നുള്ളത് മാത്രമാണ്. ഇപ്പൊ ഉദാഹരണം, മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരിചയപ്പെടുത്തിയപ്പോ സൂറത്ത് അറാഫിൽ അള്ളാഹു പറയാണ്, വയാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്ന. യാദം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല വിളിച്ചത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരിചയപ്പെടുത്തിയപ്പോ പറഞ്ഞു, യാ ഈസാ ഇന്നി മുതവഫീക. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരിചയപ്പെടുത്തിയപ്പോ പറഞ്ഞു, യാ മൂസാ ലാ തഖഫ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരിചയപ്പെടുത്തിയപ്പോൾ അള്ളാഹ് പറഞ്ഞു, യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുഅ്യ യാ സക്കരിയ യാ യഹ്യ യാ നൂഹ് എന്നാണ് ബാക്കിയുള്ള പ്രവാചകന്മാരെ അള്ളാഹു സുബ്ഹാനഹു തആല പരിചയപ്പെടുത്തിയത്. അഥവാ അറബി ഭാഷയിൽ യാ എന്ന് പറഞ്ഞാൽ ഹർഫുൻ നിദാ എന്നാണ് പറയാ. ഹർഫുൻ നിദാ എന്ന് പറഞ്ഞാൽ എ എന്ന് നമ്മൾ മലയാളത്തിൽ വിളിക്കൂലേ, വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹർഫുകൾ എന്നുള്ളതാണ്. അത് യാ ഉണ്ട്, അയ ഉണ്ട്, ഐ ഉണ്ട്. അപ്പൊ ഇതിൽ അല്ലാഹു സുബ്ഹാനഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ, മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തിയപ്പോ യാ റസൂലുള്ളാഹ് അല്ലെങ്കിൽ യാ നബി അല്ലാഹ് എന്നാണ് പറഞ്ഞത്. എന്നാൽ ബാക്കിയുള്ള പ്രവാചകന്മാരെ അള്ളാഹു പരിചയപ്പെടുത്തിയത് യാ ആദം, യാ ഇബ്രാഹിം, യാ മൂസ, യാ നൂഹ്, യാ യഹ്യ, യാ സക്കരിയ എന്ന രൂപത്തിലായിരുന്നു അള്ളാഹു സുബ്ഹാനഹു തആല പരിചയപ്പെടുത്തിയത്.
അപ്പോ അല്ലാഹു സുബ്ഹാനഹു തആല മുഹമ്മദ് നബിയെ യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. അങ്ങനെ വിളിച്ച ആളുകളെ ശക്തമായി കൊണ്ട് അള്ളാഹു താക്കീതും ചെയ്തിട്ടുണ്ട്. പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു തആല യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല, എന്ന് അഭിസംബോധന ചെയ്തിട്ടില്ല. അങ്ങനെ അഭിസംബോധന ചെയ്ത ആളുകളെ ശക്തമായി കൊണ്ട് അവർക്ക് താക്കീതും അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുണ്ട്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ചില ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്ന് ചില കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വന്നു. റസൂലുള്ളാഹിന്റെ അറകൾക്ക് പുറകിലായിക്കൊണ്ട്, റൂമിന് പുറകിലായിക്കൊണ്ട് വന്ന് അവർ റസൂലുള്ളാഹിനെ വിളിക്കാണ് യാ മുഹമ്മദ്, യാ മുഹമ്മദേ എന്നാണ്. അപ്പൊ ഈ രൂപത്തിൽ അവർ വിളിച്ചപ്പോ വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹുജറാത്തിന്റെ 4-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ് ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്തി അക്സറുഹും ലാ യഅഖിലൂൻ. റസൂലുള്ളാഹിന്റെ അറകൾക്ക് പിന്നിൽ നിന്ന്, റസൂലുള്ളാഹിന്റെ ഹുജറാത്തുകൾക്ക് പിന്നിൽ നിന്ന് റസൂലുള്ളാഹിനെ വിളിക്കുന്ന അധികം ആളുകളും ലാ യഅഖിലൂൻ, അവർ ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ സൂറത്തിൽ അല്ലാഹു പരിചയപ്പെടുത്തുന്ന മറ്റൊരു വിഷയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തെക്കാൾ കൂടുതൽ ശബ്ദമുയർത്തി സംസാരിക്കാൻ പാടില്ല. പ്രവാചകന്റെ സദസ്സിൽ ഒരാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹിന്റെ ശബ്ദത്തെക്കാൾ ഉയർത്തി സംസാരിക്കാനും പാടില്ല. അല്ലാഹു പറയാണ് സൂറത്ത് ഹുജറാത്തിന്റെ 2-ാമത്തെ ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബി. ഈ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദത്തെക്കാൾ ഉയർത്തി നിങ്ങൾ സംസാരിക്കരുത്. നിങ്ങൾ അങ്ങനെ എങ്ങാനും നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങളുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുമെന്നുള്ളതാണ്. ഈ ആയത്ത് ഇറങ്ങിയതിനു ശേഷം മഹാനായ സ്വഹാബി സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് വരുന്നില്ല. എന്താണ് സ്വഹാബിന്റെ പേര്? സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് വരുന്നില്ല. റസൂലുള്ളാഹി സ്വഹാബികളെ വിട്ട് അന്വേഷിച്ചു, എന്താണ് അദ്ദേഹം പ്രവാചകന്റെ സദസ്സിലേക്ക് വരാത്തത്? അപ്പൊ അദ്ദേഹത്തോട് കാര്യം പോയി ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, എൻ്റെ ശബ്ദം അദ്ദേഹത്തിന്റെ പ്രകൃതിയാൽ തന്നെ, ജന്മനാൽ തന്നെ കുറച്ച് ശബ്ദം ഉയർന്ന ശബ്ദമാണ്. ചില ആളുകളുടെ പ്രകൃതം അങ്ങനെ ആയിരിക്കും, നല്ല ഉയർന്ന ശബ്ദമായിരിക്കും, കുറച്ച് ബാസുള്ള ശബ്ദമായിരിക്കും. അപ്പോ ഞാൻ റസൂലുള്ളാഹിന്റെ സദസ്സിൽ നിന്ന് സാധാരണ രൂപത്തിൽ സംസാരിക്കണ പോലെ സംസാരിച്ചാലും എൻ്റെ ശബ്ദം എന്ത് ചെയ്യും? ഉയർന്നു പോകും. അപ്പൊ എൻ്റെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകില്ലേ? അതുകൊണ്ടാണ് ഞാൻ വരാത്തത് എന്ന് സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. പിന്നീട് റസൂലുള്ളാഹി അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുന്നുണ്ട്. താങ്കൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാകൂല എന്ന രൂപത്തിൽ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചപ്പോഴാണ് സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് വരുന്നത്. എന്തായാലും ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്ന വിഷയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട പേരുകളിൽ ഒരു പേരാണ് മുഹമ്മദ് എന്നുള്ളത്. ആ മുഹമ്മദ് എന്ന നാമം വിശുദ്ധ ഖുർആനിൽ യാ മുഹമ്മദ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകനെ അഭിസംബോധന ചെയ്തിട്ടില്ല. യാ റസൂലല്ലാഹ് അല്ലെങ്കിൽ യാ നബി അല്ലാഹ് എന്നാണ് വിളിച്ചത്. മറ്റുള്ള പ്രവാചകന്മാരെ അഭിസംബോധന ചെയ്തപ്പോൾ ആ പ്രവാചകന്മാരുടെ പേരാണ് വിളിച്ചത്. ഇനി റസൂലുള്ളാഹിന്റെ പേര് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ? ആരാ ഉത്തരം പറയാ? റസൂലുള്ളാഹിന്റെ പേര് വിശുദ്ധ ഖുർആനിലെ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? ഒരു പ്രാവശ്യം. 4. മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേര് വന്ന പ്രവാചകൻ ആരാ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. റസൂലുള്ളാഹിന്റെ പേര് വന്നത് 4 പ്രാവശ്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു 4 പ്രാവശ്യമാണ് റസൂലുള്ളാഹിന്റെ പേര് മുഹമ്മദ് എന്നുള്ള നാമം വരുന്നത്. എന്നാൽ ഈ 4 തവണയും, ഈ 4 തവണയിൽ 3 തവണയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് മുഹമ്മദ് എന്ന് പറഞ്ഞപ്പോ അതിനോട് ചേർത്തി റസൂലുള്ളാഹ് എന്നും കൂടി അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. 4 തവണയാണ് റസൂലുള്ളാഹിന്റെ മുഹമ്മദ് എന്ന പേര് വന്നത്. ആ 4 തവണയിൽ 3 തവണയും മുഹമ്മദ് എന്ന് പറഞ്ഞപ്പോൾ എന്ത് വന്നു? റസൂലുള്ളാഹ് എന്നും ചേർത്തി പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു പറയാണ് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ. വമാ മുഹമ്മദ് എന്ന് പറഞ്ഞു, അതിനോട് ചേർത്തി എന്ത് പറഞ്ഞു? റസൂലുൻ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ മറ്റൊരു ആയത്തിൽ പറഞ്ഞു വമാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലല്ലാഹ്. അവിടെ എന്ത് വന്നു? റസൂലല്ലാഹ് എന്ന് വന്നു. അപ്പൊ മുഹമ്മദ് എന്ന് മാത്രമല്ല, അതിനോട് ചേർത്ത് പിന്നീട് എന്ത് വരുന്നുണ്ട്? റസൂലുള്ളാഹ് എന്ന നാമം വരുന്നുണ്ട്. പിന്നീട് അതേപോലെ തന്നെ വീണ്ടും കാണാൻ കഴിയും മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോ വിശുദ്ധ ഖുർആനിൽ 4 തവണയാണ് റസൂലുള്ളാഹിന്റെ മുഹമ്മദ് എന്നുള്ള നാമം വന്നത്. ആ മുഹമ്മദ് എന്ന് പറയുന്ന നാമത്തിൽ
4 തവണയിൽ 3 തവണയും മുഹമ്മദ് എന്ന് പറയുമ്പോൾ എന്ത് വന്നിട്ടുണ്ട്? അതിന്റെ കൂടെ റസൂലുള്ള എന്നും കൂടി ചേർത്തിട്ടാണ് വന്നത്. ഒരൊറ്റ തവണ മാത്രമാണ് മുഹമ്മദ് എന്നുള്ളത് മാത്രം വന്നത്. ഒറ്റ തവണ മാത്രമാണ്, അഥവാ 4 തവണ മുഹമ്മദ് എന്ന് വന്നിട്ടുണ്ട്, പക്ഷെ അതിനോട് ചേർത്ത് എന്ത് പറഞ്ഞിട്ടുണ്ട്? റസൂലുള്ള എന്നുള്ളത്. ഒരു തവണ മുഹമ്മദ് എന്ന് മാത്രം. അഥവാ ആ ആയത്തിറങ്ങാനുള്ള കാരണം എന്താണ്? ചില മുനാഫിക്കീങ്ങളായ ആളുകൾ പറഞ്ഞു, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ റസൂലായി നിൽക്കുന്ന സന്ദർഭത്തിൽ മാത്രം റസൂലുള്ളാഹിനെ അംഗീകരിച്ചാൽ മതി, അല്ലാത്ത സമയത്ത് നമ്മളെ പോലെ സാധാരണക്കാരനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ട് അങ്ങനെ പ്രവാചകൻ അനുസരിക്കൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ ചില മുനാഫിക്കീങ്ങളായ ആളുകൾ റസൂലുള്ള എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് ഖുർആനിന്റെ ആയത്താണോ നിങ്ങളുടെ വാക്കാണോ എന്ന് ചോദിക്കും. ഖുർആനിന്റെ ആയത്താണ് ഞങ്ങൾ കേൾക്കും, നിങ്ങളുടെ വാക്കാണ് ഞങ്ങൾ കേൾക്കൂല, കാരണം നിങ്ങൾ സാധാരണക്കാരനാണ് എന്ന രൂപത്തിൽ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല അതിന് മറുപടി ഒന്നോടും ഇറക്കപ്പെട്ട സൂറത്ത് മുഹമ്മദിലെ 2-ാമത്തെ ആയത്ത്, വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വആമനു ബിമാ നുസില അലാ മുഹമ്മദിൻ. അവിടെ മാത്രമാണ് മുഹമ്മദ് എന്നുള്ളത് മാത്രം വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വ്യത്യസ്ത നാമങ്ങളുണ്ട്. ആ നാമങ്ങളിൽ ഒരു നാമമാണ് മുഹമ്മദ് എന്ന നാമം. ബാക്കിയുള്ള പ്രവാചകന്മാരെ അള്ളാഹു അഭിസംബോധന ചെയ്തപ്പോ അവരുടെ പേര് വിളിച്ചിട്ടാണ്. യാ ആദം, യാ ഈസ, യാ മൂസ, യാ സക്കരിയ, യാ യഹ്യ എന്നാണ് അള്ളാഹു അഭിസംബോധന ചെയ്തത്. എന്നാൽ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്യുമ്പോൾ യാ അയ്യുഹർ റസൂൽ, യാ അയ്യുഹൻ നബി എന്ന രൂപത്തിലായിരുന്നു റസൂലുള്ളാഹിനെ അഭിസംബോധന ചെയ്തത്. ഇനി റസൂലുള്ളാഹിന്റെ പേര് വിശുദ്ധ ഖുർആനിൽ വന്നത് 4 തവണയാണ്. ആ 4 തവണയിൽ 3 തവണയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിന്റെ കൂടെ എന്ത് വന്നിട്ടുണ്ട്? റസൂലുള്ളാ എന്ന് വന്നു. ഒരു തവണ മാത്രമാണ് മുഹമ്മദ് എന്നുള്ള പേര് മാത്രം വന്നതായി കാണാൻ കഴിയും. അപ്പൊ ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബൂവത്ത് ലഭിക്കുന്നതിന് മുമ്പ് പ്രവാചകൻ വാപ്പയായിരുന്നു, റസൂലുള്ള ഭർത്താവായിരുന്നു, റസൂലുള്ള കൂട്ടുകാരനായിരുന്നു. എന്നാൽ നുബൂവത്ത് ലഭിച്ചതിന് ശേഷം റസൂലുള്ള എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് റസൂലുള്ള എന്നുള്ള ചിന്ത മാത്രമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാല്, ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ ബീവിയുടെ ആരാണ് റസൂലുള്ള? ആരാണ്? ഭർത്താവാണ്, മാഷാ അല്ലാഹ്. പക്ഷെ ആയിഷ ബീവി ഒരുപാട് ഹദീസ് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ പോലും ആയിഷ ബീവി പറഞ്ഞിട്ടില്ല എന്റെ ഭർത്താവ് പറഞ്ഞു എന്നല്ല പറഞ്ഞത്. പറയുന്നതൊക്കെ എന്താ? റസൂലുള്ള പറഞ്ഞു, അല്ലേ? ആയിഷ ബീവിന്റെ ഭർത്താവാണ്, പക്ഷെ എന്നിട്ട് പോലും എന്റെ ഭർത്താവ് എന്നല്ല പറഞ്ഞത്, എന്റെ റസൂലെ എന്നുള്ളതാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സ്വദീഖാണ്, കൂട്ടുകാരനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ കൂട്ടുകാരൻ പറഞ്ഞു എന്നല്ല അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, റസൂലുള്ള പറഞ്ഞു എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല്, നമ്മുടെ ഭാര്യക്ക് നമ്മളിപ്പോ ഈ രാജ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പ്രദേശത്തിന്റെ പ്രധാനമന്ത്രി നമ്മളാകണമെന്ന് കരുതുക. നമ്മുടെ നാട്ടിലെ പ്രധാനമന്ത്രി നമ്മളാണെങ്കിൽ നമ്മുടെ ഭാര്യയുടെ കണ്ണിൽ, സ്ത്രീകൾക്കൊന്നും സൗകര്യം ചെയ്ത് കൊടുക്കണേ, അതിലൊരു തവണ മാത്രമാണ് മുഹമ്മദ് എന്നുള്ളത് മാത്രമായി വന്നത് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബൂവത്ത് ലഭിക്കുന്നതിന് മുമ്പും പ്രവാചകൻ വാപ്പയാണ്, പ്രവാചകൻ ഭർത്താവാണ്, റസൂലുള്ള ഒരു കൂട്ടുകാരനാണ്. എന്നാൽ നുബൂവത്ത് ലഭിച്ചതിന് ശേഷം റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താ? റസൂലുള്ള എന്നുള്ളത് മാത്രമായിരുന്നു. എന്തായാലും അപ്പൊ അതാണ് റസൂലുള്ളാഹിന്റെ 1-ാമത്തെ നാമം. 2-ാമത്തെ നാമം അഹ്മദ് എന്നുള്ളതാണ്. റസൂലുള്ളാഹിന്റെ 2-ാമത്തെ നാമമാണ് അഹ്മദ് എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, എനിക്ക് ശേഷം ഇനി എന്ത് വരും? ഒരു പ്രവാചകൻ വരും, അദ്ദേഹത്തിന്റെ പേര് അഹ്മദ് എന്നായിരിക്കും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ സമൂഹത്തോട്, അദ്ദേഹത്തിന്റെ ജനതയോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ശേഷം ഇനി ഒരു പ്രവാചകന്റെ ആഗമനത്തിനുള്ള സമയം വരും, ആ സമയത്ത് അദ്ദേഹത്തിന്റെ പേര് അഹ്മദ് എന്നായിരിക്കും എന്നുള്ളതും കാണാൻ കഴിയും. അപ്പോ
മുൻകാല വേദഗ്രന്ഥങ്ങളിൽ റസൂലുള്ളാഹിന്റെ പേര് പരിചയപ്പെടുത്തിയപ്പോഴൊക്കെ പറഞ്ഞത് അഹ്മദ് എന്നാണ്. മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് രംഗമുണ്ട്. അഥവാ അദ്ദേഹം എങ്ങനെ ഇസ്ലാം സ്വീകരിക്കണം എന്ന് ചോദിച്ചാല്, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബൂവത്ത് ലഭിക്കുന്നതിന് മുമ്പ് സിറിയയിലെ ബുസ്റ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് പോയി. അദ്ദേഹം മക്കയിൽ നിന്ന് സിറിയയിലേക്ക് പോകുമ്പോൾ റസൂലുള്ളാഹിക്ക് നുബൂവത്ത് ലഭിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹം സിറിയയിലെത്തി ബുസ്റ പട്ടണത്തിൽ എത്തിയ സമയത്താണ് റസൂലുള്ളാഹിക്ക് നുബൂവത്ത് ലഭിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായത്. പക്ഷെ ഈ വിവരം ആരറിഞ്ഞിട്ടില്ല? സിറിയയിലെ ബുസ്റ പട്ടണത്തിലുള്ള ത്വൽഹ റളിയല്ലാഹു അൻഹു അറിഞ്ഞിട്ടില്ല. അദ്ദേഹം ബുസ്റ പട്ടണത്തിൽ കച്ചവടത്തിന് വേണ്ടി പോയി. അപ്പോഴാണ് ഒരു ക്രിസ്തീയ പുരോഹിതൻ ഈ കൂട്ടത്തിൽ മക്കയിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ത്വൽഹത്ത് ബിൻ ഉബൈദില്ല പറഞ്ഞു, ഞാൻ മക്കക്കാരനാണ്. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കാണ്, നിങ്ങളുടെ നാട്ടിൽ അഹ്മദ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ആഗമനായിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്രവാചകൻ വന്നിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, കാരണം ഞാൻ വരുന്നത് വരെ അങ്ങനെ ഒരു പ്രവാചകൻ വന്നിട്ടില്ല. അപ്പൊ ഈ ക്രിസ്തീയ പുരോഹിതൻ പറയാണ്, നിങ്ങളുടെ നാട്ടിലേക്ക് ഒരു പ്രവാചകന്റെ ആഗമനത്തിലുള്ള സമയം എത്തിയിട്ടുണ്ട്. ആ പ്രവാചകന്റെ പേര് അഹ്മദ് എന്നായിരിക്കും. അങ്ങനെ ആ പ്രവാചകൻ വന്നാൽ നിങ്ങൾ ആ പ്രവാചകനെ സ്വീകരിക്കണം എന്നാണ് ഈ ക്രിസ്തീയ പുരോഹിതൻ പറഞ്ഞു കൊടുക്കുന്നത്. ഈ യാത്ര കഴിഞ്ഞ് തിരിച്ച് മക്കയിലെത്തിയ ത്വൽഹത്ത് ബിൻ ഉബൈദില്ല അവിടെയുള്ള ഖുറൈശികളോട് ചോദിക്കാണ്, മക്കയിലെ പുതിയ വാർത്ത എന്താണ്? അപ്പൊ അവര് പറഞ്ഞു, മുഹമ്മദ് പ്രവാചകത്വം ബാധിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. കൂടുതലായിട്ട് നിനക്ക് അറിയണമെങ്കിൽ ഇബ്നു അബൂ ഖുഹാഫന്റെ അരികിലേക്ക് പോയാൽ മതി. അബൂ ഖുഹാഫയുടെ മകൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് കൂടുതൽ ചോദിച്ചാൽ മതി. അങ്ങനെ അവര് വന്ന് റസൂലുള്ളാഹിന്റെ അരികിൽ വന്ന് ദീന് പഠിച്ച് ഇസ്ലാം സ്വീകരിക്കാൻ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന വിഷയം, വേദഗ്രന്ഥത്തിൽ റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തിയ പേരെന്താണ്? അഹ്മദ് എന്നാണ്. അഹ്മദ് എന്ന പേര് ആർക്കുണ്ട്? റസൂലുള്ളാഹിക്കുണ്ട്. ഇത് ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ മാത്രമല്ല, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അദ്ദേഹം പേർഷ്യക്കാരനാണ്. അദ്ദേഹം ദീന് പഠിക്കാൻ വേണ്ടി സിറിയയിലേക്ക് പോയി. സിറിയയിൽ ദീന് പഠിച്ച് അവസാനം അദ്ദേഹം മൂസിലിലേക്ക് പോയി. മൂസിലിൽ നിന്ന് അദ്ദേഹം നസീബിയയിലേക്ക് പോയി. നസീബിയയിൽ നിന്ന് അദ്ദേഹം മമൂലയിലേക്ക് പോയി. ഓരോ പുരോഹിതന്മാരുടെ അരികിലേക്ക് പോവുകയാണ് ദീന് പഠിക്കാൻ വേണ്ടി. എവിടെ നിന്നിട്ടും അദ്ദേഹത്തിന് ദീന് പൂർണ്ണമായി കൊണ്ട് സ്വീകരിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അവസാനം അമൂലയിലെ പണ്ഡിതൻ, അല്ലെങ്കിൽ ആ ഒരു ക്രിസ്തീയ പുരോഹിതൻ മരിക്കുന്ന സമയത്ത് പറഞ്ഞു, ഇനി നിനക്ക് പോകാനുള്ള ഒരു പുരോഹിതന്റെ പേര് എനിക്കറിയില്ല. ലോകത്ത് നിന്നെ പറഞ്ഞയക്കാനുള്ള ഒരു പുരോഹിതന്റെ പേര് എനിക്കറിയില്ല. അതുകൊണ്ട് ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇനി ഒരു പ്രവാചകന്റെ ആഗമനത്തിനുള്ള സമയമായിട്ടുള്ള ഒരു പ്രവാചകൻ ആഗമനാകാൻ സമയമായിട്ടുണ്ട്. ഇബ്രാഹിം, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിയുടെ മതത്തിലായിരിക്കും കടന്നു വരിക. അദ്ദേഹത്തിന്റെ പേര് അഹ്മദ് എന്നായിരിക്കും എന്ന് അമൂലയിലെ പണ്ഡിതൻ അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന സമയത്ത് സൽമാൻ അൽ ഫാരിസിയോട് പറഞ്ഞു. ആ സൽമാൻ അൽ ഫാരിസി പിന്നീട് അദ്ദേഹം തിരിച്ച് മദീനയിലെത്തി. അദ്ദേഹത്തിന്റെ വലിയ ചരിത്രമാണ്. നമ്മുടെ RICCന്റെ ഇതിനു മുമ്പുള്ള ഒരു പ്രോഗ്രാമിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. സൽമാൻ അൽ ഫാരിസി പറഞ്ഞ കഥ എന്ന വിഷയത്തിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് ആ ചാനൽ നോക്കിയാൽ ആ ചരിത്രം മുഴുവനായിട്ട് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും റസൂലുള്ളാഹിന്റെ രണ്ടാമത്തെ പേരാണ് അഹ്മദ്. ഒന്നാമത്തെ പേര് മുഹമ്മദ്, രണ്ടാമത്തെ പേര് അഹ്മദ്. മൂന്നാമത്തെ പേരായിട്ട് നമുക്ക് കാണാൻ കഴിയും, ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് ജുബൈർ ബിൻ മുത്ഈം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, റസൂലുള്ളാഹി പറയാണ്, ലീ ഖംസതു അസ്മാഇൻ, എനിക്ക് 5 പേരുകളുണ്ട്. റസൂലുള്ളാഹി പറയാണ്, എനിക്ക് 5 പേരുകളുണ്ട്. അന മുഹമ്മദ് വ അന അഹ്മദ് വ അനൽ മാഹി, ഞാൻ മാഹിയാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. മാഹി എന്ന് പറഞ്ഞാൽ തുടച്ചു നീക്കുന്നവൻ അഥവാ മായ്ക്കുന്നവൻ എന്നുള്ളതാണ്. എന്താ മാഹി എന്ന് റസൂലുള്ളാഹിക്ക് പേര് വരാനുള്ള കാരണം? അല്ലദീ യംഹുല്ലാഹു ബിൽ കുഫർ, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേനയാണ് അള്ളാഹു കുഫറിനെ തുടച്ചു നീക്കുന്നത് എന്നുള്ളതാണ്. അഥവാ അറേബ്യൻ ഉപദ്വീപിൽ വിഗ്രഹങ്ങളാൽ നിറക്കപ്പെട്ട നാടായിരുന്നു അറേബ്യൻ ഉപദ്വീപ്. ആ അറേബ്യൻ ഉപദ്വീപിൽ ഇപ്പൊ വിശുദ്ധമായ കാബയിൽ പോലും 360 ചില്ലാനം വിഗ്രഹങ്ങൾ കാബന്റെ ഉള്ളിലുണ്ട്. റസൂലുള്ളാഹി മക്ക വിജയത്തിന് സമയത്തിന് ശേഷം കാബന്റെ ഉള്ളിൽ കയറിയപ്പോൾ 300 കൂടുതൽ വിഗ്രഹങ്ങൾ കാബന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഈ വിഗ്രഹങ്ങളെല്ലാം തച്ചുടച്ച്, അല്ലെങ്കിൽ വിഗ്രഹങ്ങളെല്ലാം നീക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം ആരാധിക്കുന്ന തലത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞത് ആർക്കാണ്?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. അതുകൊണ്ട് എനിക്ക് മാഹി എന്നുള്ള പേരുണ്ട്, ഞാൻ കാരണമാണ് കുഫറിനെ ഇവിടെ നിന്ന് തുടച്ചു നീക്കാൻ കഴിയുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മൂന്നാമത്തെ പേര് മാഹി എന്നുള്ളതാണ്. നാലാമത്തെ പേര് റസൂലുള്ള പറഞ്ഞു വഅനൽ ആശിർ, എന്റെ പേര് ആശിർ എന്നുള്ളതാണ്. അഥവാ അല്ലദീ യുഷറുന്നാസു അലാ ഖദമി, ജനങ്ങൾ ഒന്നടക്കം എന്റെ പിന്നിലായിരിക്കും നാളെ ഒരുമിച്ച് കൂടുക. അഥവാ മരണാനന്തര ജീവിതത്തിന് ശേഷം റസൂലുള്ളാഹിന്റെ പുറകിലായിരിക്കും എല്ലാ ആളുകളും ഒരുമിച്ച് കൂടുക. അതുകൊണ്ട് റസൂലുള്ളാഹിക്ക് ഹാഷിർ എന്നുള്ള നാമമുണ്ട്. അപ്പൊ ഒന്നാമത്തെ പേര് മുഹമ്മദ്, രണ്ടാമത്തത് അഹ്മദ്, 3, 4 ആഷിർ. നാലാമത്തെ പേര് കാണാൻ കഴിയും. റസൂലുള്ളാഹി പറയാണ് വഅനൽ ആഖിബ്, ഞാൻ അവസാനത്തവനാണ്, അഥവാ പ്രവാചകത്വത്തിന്റെ പരിസമാപ്തി കുറിക്കുന്നവനാണ്. ഖാതമുൻ നബിയീൻ, അവസാനത്തെ നബിയാണ് ഞാൻ, അതുകൊണ്ട് എനിക്ക് ആഖിബ് എന്നുള്ള പേരും ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ള പറഞ്ഞു എനിക്ക് 5 പേരുകളുണ്ട്: മുഹമ്മദ്, അഹ്മദ്, മാഹി, ആഷിർ, ആഖിബ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ വേറെ 2 പേരും കൂടി ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് എന്റെ പേരുകളിൽ, ബാക്കിയുള്ള പേരുകളൊക്കെ നമ്മൾ പറഞ്ഞു, അതിൽ ബാക്കിയുള്ള ഇമാം ബുഖാരി ഉദ്ധരിക്കാത്ത അല്ലെങ്കിൽ ഇമാം ബുഖാരി പറയാത്ത 2 പേരുകളാണ് നബിയു തൗബ എന്നുള്ളത്, അഥവാ പശ്ചാത്താപത്തിന്റെ പ്രവാചകൻ. പശ്ചാത്താപത്തിന്റെ സ്രോതസ് കാണിച്ചു തന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് നബിയു തൗബ എന്ന പേര് എനിക്കുണ്ട്. അതേപോലെ തന്നെ എൻ്റെ മറ്റൊരു പേരാണ് നബിയു റഹ്മ, കാരുണ്യത്തിന്റെ പ്രവാചകൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകർക്കുള്ള കാരുണ്യമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം നിയോഗിച്ചത് എന്നുള്ളത്. അപ്പൊ എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത് റസൂലുള്ളാഹിന്റെ നാമങ്ങളാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ 5 പേരുകളാണ്: മുഹമ്മദ്, അഹ്മദ്, മാഹി, ആഷിർ, ആഖിബ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ 2 പേരും കൂടി ചേർത്ത് പറഞ്ഞിട്ടുണ്ട്: നബിയു തൗബ, അതേപോലെ തന്നെ നബിയു റഹ്മ. ഇനി അതേപോലെ നമുക്ക് മനസ്സിലാക്കാനുള്ള അടുത്തൊരു വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപമാണ്. എങ്ങനെയായിരുന്നു പ്രവാചകൻ? പ്രവാചകന്റെ കണ്ണ് എങ്ങനെയായിരുന്നു? റസൂലുള്ളാഹിന്റെ മുടി എങ്ങനെയായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടക്കുന്നത് എങ്ങനെയായിരുന്നു? തുടങ്ങിയ വിഷയങ്ങളാണ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത്. അഥവാ പ്രവാചകന്റെ ശരീര സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന മനോഹരമായ ഒരു ഉദ്ധരണിയുണ്ട്. റസൂലുള്ളാഹിന്റെ ശരീരം മുഴുവനും വർണ്ണിക്കുന്ന വളരെ മനോഹരമായ ഒരു ഉദ്ധരണി മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി, അദ്ദേഹത്തിന്റെ അറിയപ്പെട്ട ഒരു ഗ്രന്ഥമാണ് സാദുൽ മആദ്. ആ സാദുൽ മആദിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് റസൂലുള്ളാഹിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി. ഹിജറ പോകുന്ന സമയത്ത് അവരുടെ കയ്യിലുള്ള ഭക്ഷണം തീർന്നു. അപ്പൊ നല്ല വിശപ്പുള്ള സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ നിന്നെങ്കിലും കുറച്ച് ഭക്ഷണം ലഭിക്കുമോ എന്ന് തെരഞ്ഞു കൊണ്ടുപോയി. അപ്പൊ അവിടെ ചെറിയൊരു ടെന്റ് ഉള്ള ഒരു വീട് കണ്ടു, ടെന്റ് കെട്ടിയ ഒരു വീട്. അപ്പൊ ആ ഒരു വീടിന്റെ ഭാഗത്തേക്ക് ചെന്നു. ആ വീട്ടിലുള്ളത് ഖുസാ ഗോത്രത്തിൽപ്പെട്ട ഉമ്മു മഅബദ് എന്ന് പറയുന്ന ഒരു സ്ത്രീയായിരുന്നു. ഖുസാ ഗോത്രത്തിൽപ്പെട്ട ഉമ്മു മഅബദ് എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ആ ടെന്റിൽ താമസിക്കുന്നത്. ആ സ്ത്രീക്ക് ഒരു പ്രത്യേകത ഉണ്ട്. യാത്രാ മധ്യേ ആരെങ്കിലും വന്ന് അവരോട് ഭക്ഷണം ചോദിച്ചാൽ അവർക്ക് ഭക്ഷണമൊക്കെ എന്ത് ചെയ്യും? സൽക്കരിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു മഹതിയായിരുന്നു. അപ്പൊ റസൂലുള്ളാഹിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും പോയി ചോദിച്ചു, ഞങ്ങളുടെ കയ്യിലുള്ള ഭക്ഷണം കഴിഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും കുറച്ച് ഭക്ഷണം തരാൻ കഴിയുമോ? അപ്പൊ ഉമ്മ മഅബദ് പറയാണ്, ഞങ്ങളുടെ നാട്ടിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു വരൾച്ച സംഭവിച്ചു. ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാ കന്നുകാലികളും ചത്തുപോയി, എല്ലാ വസ്തുക്കളും നശിച്ചു. ഇപ്പൊ ഒന്നുമില്ല, ആകെ വീട്ടിലുള്ളത് ഒരാട് മാത്രമാണ്. ഈ ആടിനാണെങ്കിലോ അതിന് കറവ പറ്റിയിട്ടുണ്ട്. അപ്പൊ ആകെ ഉള്ളത് ഈ ആടാണ്. ആടിനാണെങ്കിൽ കറവില്ല, പാലുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു മഅബദിനോട് പറയാണ്, നിങ്ങളൊരു പാത്രം കൊണ്ടുപോയി. ഈ മഹദി വീട്ടിൽ പോയി പാത്രം കൊണ്ടുവന്ന് റസൂലുള്ളാഹി ബിസ്മില്ലാ എന്ന് പറഞ്ഞ് ആ കറവ പറ്റിയ ആടിന്റെ അകിടിൽ റസൂലുള്ളാഹി തടവി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തടവിയപ്പോ അകിട് പാല് കൊണ്ട് നിറഞ്ഞു എന്നുള്ളതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും അവർക്ക് മതി വരുവോളം അവർ പാല് കുടിച്ചു. എന്നിട്ട് ഈ ഉമ്മു മഅബദ് കൊടുത്ത പാത്രമല്ലേ, ആ പാത്രം മുഴുവനും പാല് നിറച്ച് ആ വീട്ടുകാരിയായ ഉമ്മു മഅബദിനും കൊടുത്ത് റസൂലുള്ളാഹിയും അബൂബക്കർ റളിയല്ലാഹു അൻഹും യാത്ര തുടർന്നു.
പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം ഈ ഉമ്മു മഅ്ബദിന്റെ ഭർത്താവ് വീട്ടിൽ വന്നപ്പോൾ ഒരു പാത്രത്തിൽ മുഴുവനായിട്ട് പാലുണ്ട്. അപ്പൊ ഇതെവിടെ നിന്നാണ് പാല് എന്ന് ചോദിച്ചപ്പോൾ ആ മഹദി പറയാണ്, നിങ്ങൾ പോയതിന് ശേഷം 2 അപരിചിതരായ ആളുകൾ നമ്മുടെ വീട്ടിൽ വന്നു. എന്നിട്ട് അവർ പറഞ്ഞൊരു വാക്കാണ്, ആ 2 ആളുകളുടെ കൂട്ടത്തിൽ ഒരാള് ഏറ്റവും സുന്ദരനായ ഒരു വ്യക്തിയായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രത്തോളം ഭംഗിയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് ഈ ഉമ്മു മഅ്ബദ് റസൂലുള്ളാഹിന്റെ ശരീരത്തെ പറയുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ ശരീരപ്രകൃതം എങ്ങനെയായിരുന്നു എന്ന രൂപത്തിൽ റസൂലുള്ളാഹിന്റെ ശരീരത്തെ കുറിച്ച് അവർ പറഞ്ഞു കൊടുക്കുകയാണ്. അവര് പറയാണ്, ഒത്ത ശിരസാണ്, അഴകാർന്ന പ്രകൃതമാണ്, ആകർഷകമായ മിഴികളാണ്. റസൂലുള്ളാഹിന്റെ കണ്ണുകൾ കാണാൻ പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. സ്വഹാബത്ത് പറയാറുണ്ട്, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ പ്രവാചകൻ കണ്ണിൽ സുറുമ ഇട്ടു എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ട്. പക്ഷെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കുമ്പോൾ റസൂലുള്ള ശരിക്കും സുറുമ ഇട്ടിട്ടുണ്ടാകൂല. പക്ഷെ കണ്ണിലേക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ എന്ത് ചെയ്യും, സുറുമ ഇട്ട രൂപത്തിലായിരുന്നു റസൂലുള്ളാഹിന്റെ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോ മറ്റുള്ള ആളുകൾക്ക് ആകർഷകം തോന്നുന്ന രൂപത്തിലുള്ള കണ്ണായിരുന്നു, നിറഞ്ഞ പുരികമായിരുന്നു. അതേപോലെ തന്നെ മുത്തുകൾ പൊഴിയുന്ന പോലെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കാറുള്ളത്. വളരെ കുറച്ച് സമയം മാത്രമാണ് ഉമ്മു മഅ്ബദിന്റെ അടുക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്നത്. അപ്പോഴേക്ക് അവർ വിവരിക്കാണ്, റസൂലുള്ളാഹിന്റെ ശരീരം ഏറ്റവും കാണാൻ നല്ല ഭംഗിയുള്ള, ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും സുന്ദരനായ വ്യക്തിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് എല്ലാ ആളുകൾക്കും അറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യവാൻ അത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് എന്നുള്ളതാണ്. റസൂലുള്ളാഹി അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് എങ്ങനെ? യൂസുഫ് നബിയെ കുറിച്ച് പറഞ്ഞു, ഷത്റുൽ ഹുസ്ൻ, ഭംഗിയുടെ പകുതിയാണ് എന്നുള്ളതാണ്. സൗന്ദര്യത്തിന്റെ പകുതിയാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈ ഹദീസ് വ്യാഖ്യാനിക്കുമ്പോൾ 2 രൂപത്തിൽ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും സൗന്ദര്യത്തിന്റെ പകുതി യൂസുഫ് നബിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അഥവാ മൊത്തം സൗന്ദര്യം 2ആയിട്ട് മുറിച്ചാല്, ലോകത്തുള്ള മുഴുവൻ ആളുകളുടെ സൗന്ദര്യം 2ആയിട്ട് അങ്ങോട്ട് മുറിച്ചാൽ അതിൽ ഒരു ഭാഗമായിരിക്കുന്നുണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കുണ്ട് എന്നുള്ളതാണ്. എന്നാൽ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണെന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട സൗന്ദര്യത്തിന്റെ പകുതിയാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകിയത്. അത്രത്തോളം ഭംഗി ഉണ്ടായിരുന്നു ആർക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന വളരെ മനോഹരമായ ഒരു അസറുള്ള ഒരു ഉദ്ധരണിയുണ്ട്. ഞാനും പ്രവാചകനുമായിട്ടുള്ള കല്യാണ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. അണിഞ്ഞൊരുങ്ങി എൻ്റെ പ്രവാചകനെ ഞാൻ കണ്ടപ്പോ, പണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൗന്ദര്യത്തിൽ മയങ്ങി ആ കാലഘട്ടത്തിലെ സ്ത്രീകൾ അവരുടെ കൈകൾ മുറിച്ചിട്ടുണ്ട്. എന്നാൽ എൻ്റെ ഹബീബ് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുമ്പോൾ ആ കാലഘട്ടത്തിലെ സ്ത്രീകൾ ഇന്ന് റസൂലുള്ളാഹിനെ കണ്ടാൽ അവർ കൈയല്ല, അവരുടെ ഹൃദയങ്ങൾ മുറിച്ചേനെ എന്നുള്ളതാണ്. അത്രത്തോളം ഭംഗിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ഒരിക്കൽ റുബയ്യ ബിൻത് മുഅവ്വിദ് റളിയല്ലാഹു അൻഹയോട്, സ്വഹാബി വനിതയാണ്, അവരോട് അവരുടെ മകന് ചോദിക്കാണ്, ഉമ്മ റസൂലുള്ളാഹി എങ്ങനെയായിരുന്നു? മകന് റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല. റസൂലുള്ളാഹി, ഈ കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ റസൂലുള്ളാഹി മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹിന്റെ രൂപം എങ്ങനെയാണ്, പ്രവാചകൻ എങ്ങനെയാണ് കാണാൻ? ആ സമയത്ത് റുബയ്യ ബിൻത് മുഅവ്വിദ് റളിയല്ലാഹു അൻഹ പറയാണ്, ഉദിച്ചുയരുന്ന സൂര്യനെ പോലെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ കൂടെ സദാസമയം സമയം ചെലവഴിക്കാൻ ഭാഗ്യം ലഭിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, സൂര്യനെ പോലെ പ്രവാചകന്റെ മുഖം പ്രകാശപൂരിതമാകുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശം വരുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ്. ചില സ്വഹാബത്ത് റസൂലുള്ളാഹിനെ സൂര്യനിലേക്കാണ് ഉപമിക്കുന്നത്. എന്നാൽ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, രാത്രി ചന്ദ്രൻ ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുമ്പോൾ അതിനെ ചൂണ്ടിയിട്ട് പറയും, ഈ ചന്ദ്രനേക്കാൾ സുന്ദരനായിരുന്നു ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബറാ ഇബ്നു ഹാസിം റളിയല്ലാഹു അൻഹു പറയാണ്, പൂർണ്ണ ചന്ദ്രനുള്ള ഒരു ദിവസം, ശരിക്കും ശ്രദ്ധിക്കണേ, പൂർണ്ണ ചന്ദ്രനുള്ള ഒരു ദിവസം ഇളം ചുവപ്പ് വസ്ത്രം ധരിച്ച് ഞാൻ റസൂലുള്ളാഹിനെ കണ്ടു. പൂർണ്ണ ചന്ദ്രനും ഉണ്ട്, റസൂലുള്ളാഹി സമയത്ത് എന്തിട്ടുണ്ട്, ഇളം ചുവപ്പുള്ള ഒരു വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ഞാൻ 2 പേരിലേക്കും മാറി മാറി നോക്കി, ചന്ദ്രനിലേക്കും
റസൂലുള്ളാഹിന്റെ രൂപത്തിലേക്ക് മാറി മാറി നോക്കി. എന്നിട്ട് ബറാ ഇബ്നു ഹാസിം റളിയല്ലാഹു അൻഹു പറയാണ്, വല്ലാഹി അല്ലാഹുവാണ് തന്നെയാണ് സത്യം, പ്രവാചകനായിരുന്നു ആ ചന്ദ്രനേക്കാൾ ഭംഗിയെന്ന് ബറാ ഇബ്നു ഹാസിം റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എത്രത്തോളം ഭംഗി ഉണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അള്ളാഹുവിന്റെ റസൂലിനെ നാളെ അള്ളാഹുവിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ കാണാൻ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹിന്റെ ശരീരം വിവരിക്കാൻ മഹാനായ അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. അഥവാ ചെറുപ്പം മുതലേ റസൂലുള്ളാഹിന്റെ കൂടെ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ആളാണ് അലി ബിൻ അബി താലിബ്. അലി റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹ് ശരീരം കൊണ്ട് നല്ല നീണ്ട ആളോ അല്ലെങ്കിൽ പറ്റ കുറിയ ആളോ അല്ല, ഒത്ത ശരീരമായിരുന്നു റസൂലുള്ളാഹിക്ക് ഉണ്ടായത്. അതേപോലെ തന്നെ റസൂലുള്ളാഹിക്ക് തിങ്ങി നിറഞ്ഞ താടി, നല്ല കറുകറുത്ത താടിയും നല്ല മുടിയും ഉണ്ടായിരുന്നു എന്ന് അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ ചില ഭാഗത്തൊക്കെ മുടി ചുരുണ്ടിട്ടുണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വളരെ ചുരുണ്ടതോ നീണ്ടു കിടക്കുന്നതോ അല്ലാത്ത നല്ല രൂപത്തിലുള്ള മുടിയായിരുന്നു റസൂലുള്ളാഹിക്ക് ഉണ്ടായത്. രണ്ട് ചെവികൾക്കും പിരടിക്കും ഇറങ്ങി നിൽക്കുന്ന മുടിയായിരുന്നു റസൂലുള്ളാഹിൻ്റെത്. ചെറിയ ഒരു ചുരുണ്ട രൂപത്തിൽ, അതേപോലെ തന്നെ ചെവിക്കും പിരടിക്കും താഴ്ന്ന ഭാഗത്തേക്ക് നിൽക്കുന്ന രൂപത്തിലായിരുന്നു റസൂലുള്ളാഹിന്റെ മുടി എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്. ആ ഹദീസിന്റെ അവസാനത്തിൽ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ താടിയിലും മുടിയിലും പ്രവാചകൻ മരണപ്പെടുന്ന സമയത്ത് 20ഓളം വെള്ള രോമങ്ങൾ ഉണ്ടായിരുന്നു. അഥവാ റസൂലുള്ളാഹിന്റെ എത്ര രോമങ്ങൾ വെളുത്തിട്ടുണ്ട് എന്ന് പോലും സ്വഹാബികൾക്ക് അറിയാം. അപ്പൊ നോക്കി, നമ്മുടെയൊക്കെ ചിലപ്പോൾ മുടിയും താടിയൊക്കെ നരച്ചിട്ടുണ്ടാകും, നമുക്കറിയില്ല, നമ്മുടെ ഭാര്യക്ക് ചിലപ്പോൾ അറിയില്ല. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ താടിയിലും മുടിയിലും എത്ര രോമങ്ങൾ വെളുത്തിട്ടുണ്ട് എന്ന് പോലും സ്വഹാബികൾക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു പറയാണ്, ചുവപ്പ് കലർന്ന വെള്ള നിറമായിരുന്നു റസൂലുള്ളാഹിന്റെ കളർ, ചുവപ്പ് കലർന്ന വെള്ള നിറം. അതേപോലെ തന്നെ വട്ടമുഖമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. കണ്ണിലെ കൃഷ്ണമണി നല്ല കറുപ്പുണ്ടായിരുന്നു, കണ്ണിലെ കൃഷ്ണമണിക്ക് നല്ല കറുപ്പുണ്ട്, ബാക്കിയുള്ള ആ വെളുത്ത ഭാഗം നല്ല വെളുപ്പുണ്ട്. ആ രൂപത്തിലായിരുന്നു കണ്ണുണ്ടായത്. നീണ്ട കഴുത്തായിരുന്നു, അഴകുള്ള കഴുത്തായിരുന്നു റസൂലുള്ളാഹിന്റെ കഴുത്ത്. റസൂലുള്ളാഹിന്റെ നെഞ്ചു മുതൽ പൊക്കിള് വരെ ചെറിയ രൂപത്തിൽ രോമങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. റസൂലുള്ളാഹിന്റെ നെഞ്ചു മുതൽ പൊക്കിള് വരെ ചെറിയ തോതിൽ രോമങ്ങൾ, ശരീരം മുഴുവനും രോമങ്ങളെന്നല്ല, നെഞ്ചു മുതൽ പൊക്കിള് വരെ ചെറിയ തോതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോമങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പോലും അലി റളിയല്ലാഹു അൻഹു പറയാണ്. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, നല്ല ശക്തമായ കൈപ്പണങ്ങളായിരുന്നു, നല്ല സ്ട്രോങ് ആയ കൈയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പ്രവാചകന്റെ ഗന്ധത്തേക്കാൾ സുഗന്ധമുള്ള ഒന്നും ഞാൻ ഇന്ന് വരെ വാസനിച്ചിട്ടില്ല. റസൂലുള്ളാഹിന്റെ സുഗന്ധത്തേക്കാൾ മനോഹരമായ ഒരു സുഗന്ധം ഞാൻ ഇന്ന് വരെ വാസനിച്ചിട്ടില്ല എന്നാണ് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്. അവര് പറയുന്നുണ്ട്, റസൂലുള്ളാഹി ഇടയ്ക്ക് എൻ്റെ വീട്ടിൽ വന്ന് ഉറങ്ങാറുണ്ട്. അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് സ്വാഭാവികമാണ്, നല്ല ചൂടൊക്കെ ഉണ്ടാകുമ്പോൾ റസൂലുള്ളാഹി വിയർക്കും. ആ വിയർക്കുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ വിയർപ്പ് ഞാൻ അത് എടുക്കാറുണ്ട്, അത് ശേഖരിക്കാറുണ്ട്, കാരണം അത് നല്ല സുഗന്ധമായിരുന്നു എന്ന് പോലും ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അതേപോലെ അലി റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി എങ്ങനെയാണ് നടക്കാറുള്ളത്? വളരെ വേഗത്തിൽ റസൂലുള്ളാഹി നടക്കുമായിരുന്നു, വളരെ വേഗത്തിൽ റസൂലുള്ളാഹി നടക്കുമായിരുന്നു. ഒരു കുന്നിറങ്ങുന്നത് പോലെ ആയിരുന്നു റസൂലുള്ളാഹിന്റെ നടത്തം. എന്നാൽ ഒരു കുന്നിറങ്ങുന്ന സമയത്ത് കുറച്ച് വേഗത കൂടും, അതേപോലെയാണ് റസൂലുള്ളാഹിന്റെ നടത്തം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ ഒപ്പം എത്താൻ വേണ്ടി നടക്കാറുണ്ട്, പക്ഷേ പ്രവാചകനെ മുൻകടക്കാൻ ഞങ്ങൾക്ക് കഴിയാറില്ല. അപ്പൊ ഇതിന് വിശദീകരിച്ച് പണ്ഡിതന്മാര് പറഞ്ഞു, വേഗത്തിൽ നടക്കുക എന്നുള്ളതും സുന്നത്താണ്. ഒരാൾ വേഗത്തിൽ നടക്കുക എന്നുള്ളതും സുന്നത്താണ് എന്നുള്ളതാണ്. അതേപോലെ അലി റളിയല്ലാഹു അൻഹു പറയാണ്, നബി ആരെങ്കിലും വിളിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരെങ്കിലും വിളിച്ചാൽ റസൂലുള്ളാഹി തല മാത്രമല്ല ശരീരം മുഴുവനായിട്ട് തിരിക്കുമായിരുന്നു. അപ്പൊ പുറകുന്ന ഒരാൾ വിളിക്കുകയാണ് റസൂലുള്ളാഹിനെ. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകൻ അദ്ദേഹത്തിലേക്ക് തല മാത്രമല്ല ശരീരം മുഴുവനായിക്കൊണ്ട് തിരിക്കുക, കാരണം അയാളെ പരിഗണിച്ചുകൊണ്ട് ശരീരം മുഴുവനായിക്കൊണ്ട് തിരിഞ്ഞിട്ടായിരുന്നു സംസാരിച്ചത്.
ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ സംസാരം എങ്ങനെയാണ്? ആരെങ്കിലും ഒന്ന് വന്ന് സംസാരിച്ചാൽ നമ്മൾ മൊബൈലിൽ നിന്നൊന്ന് കണ്ണുയർത്തി നോക്കുന്നുണ്ടെങ്കിൽ അതാണെന്ന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല റെസ്പെക്ട്. ആ ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ആ അവസ്ഥ മാറിയിട്ടുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ തല മാത്രമല്ല ശരീരം മുഴുവനും തിരിക്കുമായിരുന്നു. അല്ലെ, നമ്മൾ ഇന്ന് അടുത്തുള്ള ആളുകളോടല്ല കൂടുതൽ സംസാരിക്കുന്നത്, അകലുള്ള ആളുകളോടാണ്. അടുത്തുള്ള ആളുകൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മൾ അതിൽ 120 കേൾക്കുന്നുള്ളൂ, ബാക്കി 80 ചോദിക്കേ എന്താ പറഞ്ഞേ, ഞാൻ കേട്ടില്ല, അതാ നമ്മൾ പറയാം. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അങ്ങനെയായിരുന്നില്ല. ആരെങ്കിലും കൈ കൊടുത്താൽ ആ കൈ കൊടുത്ത വ്യക്തി കൈ വലിച്ചാൽ അല്ലാതെ റസൂലുള്ള കൈയെടുക്കുമായിരുന്നില്ല. അങ്ങനെ എല്ലാ മേഖലയിലും മാതൃകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനം അലി റളിയല്ലാഹു അൻഹു പറയാണ്, നബിയുടെ ചുമലിൽ പ്രവാചകത്വത്തിന്റെ മുദ്രയുണ്ടായിരുന്നു. നുബൂവത്തിന്റെ അടയാളം റസൂലുള്ളാഹിന്റെ മുതുകിന്റെ ഭാഗത്തുണ്ടായിരുന്നു. ജുബൈർ ബിൻ മുതഇം റളിയല്ലാഹു അൻഹുവിനെ പോലെ ചില ആളുകളൊക്കെ പറയാണ്, മിസ്ല ബൈളത്തിൽ ഹമാമ, ഒരു പ്രാവിന്റെ മുട്ടയെ പോലെ വലുപ്പമായിരുന്നു റസൂലുള്ളാഹിന്റെ മുതുകിലുള്ള ആ ഒരു പാട് എന്ന് പറഞ്ഞാൽ. മഹാനായ സൽമാൻ അൽ ഫാരിസി, ഞാൻ നേരത്തെ പറഞ്ഞു, സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹം അമൂരയിൽ നിന്ന് പോകുന്ന സമയത്ത് അമൂരയിലെ പുരോഹിതൻ പറയാണ്, നീ ഒരു പ്രവാചകന്റെ ആഗമനത്തിനുള്ള സമയമായിട്ടുണ്ട്, ആ നാട്ടിലേക്ക് നീ പോകണം, ആ പ്രവാചകന്റെ അരികിൽ നിന്ന് ദീന് പഠിക്കണം, ആ പ്രവാചകനെ മനസ്സിലാക്കാൻ ചില അടയാളങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്തൊക്കെയാണ് അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തത്? ആ പ്രവാചകൻ ഹിജറ ചെയ്തു വരും. ആ ഹിജറ ചെയ്തു വരുന്ന നാടിന്റെ പ്രത്യേകത ഒരുപാട് ഈത്തപ്പന മരങ്ങളുള്ള നാടായിരിക്കും. 2 കറുകറുത്ത പാറയുള്ള നാട്ടിലേക്കായിരിക്കും അദ്ദേഹം വരിക. അതേപോലെ തന്നെ അദ്ദേഹം സ്വതക്ക സ്വീകരിക്കില്ല, ഹദിയയാണ് സ്വീകരിക്കുക. ആ റസൂലുള്ളാഹിന്റെ മുതുകിന്റെ ഭാഗത്ത് നുബൂവത്തിന്റെ അടയാളുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അമൂരയിലെ പുരോഹിതൻ സൽമാൻ അൽ ഫാരിസിയോട് പറഞ്ഞിട്ടുണ്ട്. സൽമാൻ അൽ ഫാരിസി ഇതൊക്കെ പരിശോധിക്കുകയാണ്. പ്രവാചകൻ മക്കയിൽ നിന്ന് ഹിജറ ചെയ്ത് വന്ന നാടേതാണ്? മദീനയാണ്. മദീനന്റെ പ്രത്യേകത ഒരുപാട് ഈത്തപ്പന മരങ്ങളുള്ള നാടാണ്. അപ്പൊ അത് ശരിയായി. പിന്നെ രണ്ടാമത്തെ വിഷയം, ആ പ്രവാചകൻ സകാത്ത് സ്വീകരിക്കൂല എന്നുള്ളതാണ്. അപ്പൊ ഈ സൽമാൻ അൽ ഫാരിസി അദ്ദേഹം റസൂലുള്ളാഹിന്റെ അരികിൽ ഒരു ദിവസം വൈകുന്നേരം പോയിട്ട് കുറച്ച് ഈത്തപ്പഴം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, റസൂലെ ഇത് സദക്കയാണ്, സകാത്താണെന്ന രൂപത്തിൽ റസൂലുള്ളാഹിക്ക് കൊടുക്കുകയാണ്. റസൂലുള്ളാഹ് വാങ്ങി കൂടെയുള്ള എല്ലാ സ്വഹാബികൾക്കും വീതിച്ചു കൊടുത്തു. റസൂലുള്ള കഴിച്ചില്ല. രണ്ടാമത്തെ ദിവസം പിന്നീട് സൽമാൻ അൽ ഫാരിസി പോയി കുറച്ച് ഈത്തപ്പഴം കൊടുത്തിട്ട് പറഞ്ഞു, റസൂലെ ഇത് സ്വതക്കയല്ല, ഇത് ഹദിയയാണ്, സമ്മാനാണ്. അപ്പൊ റസൂലുള്ള വാങ്ങി സ്വഹാബികൾക്ക് വീതിച്ചു കൊടുത്തു. ഒന്ന് റസൂലുള്ളയും കഴിച്ചു. അപ്പോ രണ്ടാമത് പറഞ്ഞ അടയാളവും ശരിയായി. ഇനിയുള്ള അടയാളം എന്താ? റസൂലുള്ളാഹിന്റെ ചുമലിലുള്ള നുബൂവത്തിന്റെ അടയാളമാണ്. അപ്പൊ ഇത് അദ്ദേഹത്തിന് കാണാൻ വേണ്ടി പലതവണ അദ്ദേഹം നോക്കുന്നുണ്ട്. അപ്പൊ ഇത് കാണാൻ കഴിയുന്നില്ല. അപ്പൊ ഒരിക്കൽ ഒരു സ്വഹാബി മരണപ്പെട്ട് ആ സ്വഹാബിയുടെ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ റസൂലുള്ളാഹ് ഇഹ്റാമിന്റെ തുണിയിട്ടിരിക്കുകയാണ്. ഇഹ്റാമിന്റെ തുണിയിട്ടിരിക്കുക എന്ന് പറഞ്ഞാല് കുറെ വസ്ത്രം ഉണ്ടായിട്ട് ഒരു ദിവസം ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടതല്ല, പാവങ്ങളുടെ വസ്ത്രമാണെന്ത്, ഒരു ഉടുതുണിയും മേലുള്ള മറക്കാനുള്ള ഒരു തുണി എന്നുള്ളത്. അപ്പൊ റസൂലുള്ളാഹിന്റെ കയ്യിൽ അന്ന് ആ വസ്ത്രമുള്ളൂ. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ച് ഈ സ്വഹാബിയുടെ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെക്കാനും ബാക്കിയുള്ള കാര്യങ്ങളിലും റസൂലുള്ളാഹ് വ്യാപൃതനാണ്. അപ്പൊ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു പുറകിലൂടെ അങ്ങനെ നടക്കുന്നുണ്ട്. കാരണം ആ വസ്ത്രം ഒന്ന് താഴ്ന്നാല് റസൂലുള്ളാഹിന്റെ നുബൂവത്തിന്റെ മുദ്ര കാണാൻ കഴിയും. അപ്പൊ ഇത് അദ്ദേഹത്തിന്റെ പുറകിൽ ഇങ്ങനെ ഒരുപാട് തവണ ഇങ്ങനെ നടന്നപ്പോൾ റസൂലുള്ളാഹിക്ക് കാര്യം മനസ്സിലായി. റസൂലുള്ളാഹ് പ്രവാചകന്റെ തോളിലിട്ട ഷോൾഡറിലിട്ട തുണി കുറച്ച് താഴ്ത്തി കൊടുത്തു. അപ്പൊ പ്രവാചകത്തിന്റെ മുദ്ര കണ്ടു. അദ്ദേഹം കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിച്ചു എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞു വന്ന വിഷയം, അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ശരീരത്തെ ഉപമിച്ചപ്പോൾ പറയാണ്, റസൂലുള്ളാഹിന്റെ ചുമലിൽ ഷോൾഡറിന്റെ ഭാഗത്ത് നുബൂവത്തിന്റെ അടയാളമുണ്ട്. ജുബൈർ ബിൻ മുതഇം റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു പ്രാവിന്റെ മുട്ടയുടെ വലിപ്പമാണ് ആ പ്രവാചകത്വത്തിന്റെ മുദ്രക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് അലി റളിയല്ലാഹു അൻഹു പറയാണ്, ലമ്മറാ ഖബ്ലഹു വലാ ബഅദഹു മിസ്ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനെ പോലെ ഒരാളെ ഇതിനു മുമ്പോ ഇതിന് ശേഷമോ ഞാൻ കണ്ടിട്ടില്ല. പ്രവാചകനെ പോലെ ഇത്രത്തോളം ഭംഗിയുള്ള ഒരാളെ പ്രവാചകന് മുമ്പോ പ്രവാചകന് ശേഷമോ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്. ഇത്രത്തോളം കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ വിശദീകരിച്ചത് റസൂലുള്ളാഹിന്റെ പേരുകൾ, അതേപോലെ തന്നെ റസൂലുള്ളാഹിന്റെ രൂപം തുടങ്ങിയ വിഷയങ്ങളാണ്. റസൂലുള്ളാഹിന്റെ പേര് മുഹമ്മദ്, അഹ്മദ്, മാഹി, ആഷിം, ആഖിബ്.
ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ 2 പേര് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ഏത്? നബിയു തൗബ, നബിയു റഹ്മ. റസൂലുള്ളാഹിന്റെ രൂപത്തെ കുറിച്ച് മഹാന്മാരായ അലി റളിയല്ലാഹു അൻഹുവിനെ പോലെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികൾ വിശദീകരിച്ച കാര്യങ്ങൾ നമ്മളിപ്പോൾ വിശദീകരിച്ചു. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള വിഷയങ്ങൾ നമുക്ക് വിശദീകരിക്കാം. റഹ്മാനായ റബ്ബ് ദീൻ അധികമായി പഠിക്കാനും പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാനും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അവന് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ മരണപ്പെട്ടവരുടെ കബറിടം അവൻ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നാളെ അല്ലാഹുവിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ റസൂലുള്ളാഹിന്റെ കൂടെ അല്ലാഹുവിനെ കാണുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.